ഹലോ കൂട്ടുകാരെ, ഇന്ന് സേമിയ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. 4 മണിക്ക് പാറ് സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്കണല്ലോ. അപ്പോൾ ഏട്ടൻ ചോദിച്ചു റോസ്റ്റഡ് സേമിയ വേണോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വറുക്കാത്ത സേമിയ മതിയെന്ന്. ഇപ്പോൾ കണ്ടില്ലേ, എനിക്ക് തന്നെ 8ന്റെ പണി കിട്ടി. അത് വറുത്തെടുക്കേണ്ടി വന്നു. ഇനി ഒരു പാൻ ചൂടാക്കി ഞാനതിലേക്ക് വെളിച്ചെണ്ണയും നെയ്യും ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ സേമിയ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മൂടത്തക്ക വിധത്തിൽ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സേമിയയുടെ മുകളിൽ വെള്ളം നിൽക്കണം. പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് സിമ്മിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നന്നായി വേവിക്കാം. ഇനി ഞാൻ നാളികേരം പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ പാറു സ്കൂളിലായതുകൊണ്ട് ആ വെള്ളം ഞാൻ തന്നെ കുടിച്ചു കേട്ടോ. പിന്നെ നാളികേരം ചെരുക്കുമ്പോൾ ഞാനതൊന്ന് കഴിച്ചു നോക്കൂട്ടാ. നല്ല മധുരം ഉണ്ടോന്നാണേ നോക്കണേ. ഇത് കുഴപ്പമില്ല, നല്ല മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ആ പരിപാടി കഴിഞ്ഞു. പിന്നെ ഞാൻ വേഗം തന്നെ ചായ വെക്കാനായിട്ട് നോക്കിട്ടോ. അപ്പോൾ പാൽ ചായ വെക്കാമെന്ന് വിചാരിച്ചു. പാലിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേ സേമിയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്ക് ഞാൻ ഒരു 1/4 കപ്പോളം നാളികേരം ചെരുകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ സേമിയ ഉപ്മാവ് കേട്ടോ. ഇത് സാധാ ഉപ്മാവ് പോലല്ല കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയാലേ പാറുവിടെ കഴിക്കത്തുള്ളൂ. ഇപ്പം ഇതേ ചായ റെഡി ആയിട്ടുണ്ട്. ചായ ആട്ടിനെ കണ്ടിട്ട് ചേച്ചി വല്ല ചായക്കടയിൽ ചോദിക്കി പോരുന്നോന്ന് ആരും ചോദിക്കണ്ട കേട്ടോ. ഈ അടുക്കളയിൽ ആറ്റി അതൊക്കെ ശീലമായതാണേ. ഇപ്പം ഇതാ എൻ്റെ 4 മണിയിലെ എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി പാറു വരാനായി കാത്തിരിക്കുകയാണ്. അപ്പം ടാറ്റ ബൈ ബൈ, സീ യു.